ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിൽ അത് അന്വേഷിക്കണം. അതന്വേഷിച്ചിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ്. UDF ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ബാക്കിമാരെ അവരെല്ലാവരും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുക നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായുള്ള മോഷണമൊന്നുമല്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പരിശോധിക്കട്ടെ. പക്ഷെ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഇത്തരം UDFന്റെ കാലത്താണെന്നുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ്. അതൊന്നും വില പോകാൻ പോകുന്നില്ല. ഇന്നിവിടെ പേരിൽ നടക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനും അതിനുവേണ്ടി അന്വേഷണത്തിന് വഴിതിരിച്ചുവിടാനുമുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആരുത്തരവാദിയാണ്? ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അടിച്ചു മാറ്റിയത് ആരാണെങ്കിലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് UDFന്റെ എല്ലാ കാലത്തെ അഭിപ്രായം. ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ പ്രതികളെ രക്ഷിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വകാര്യ ആശുപത്രിയിൽ പോയി മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാതെ ആരെ CBI നേതാവിനെ രക്ഷിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നയം വളരെ വ്യക്തമാണ്. അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകൾ ആരാണ്, തൊണ്ടി മുതൽ എവിടെ, ഇതെല്ലാം വ്യക്തമാകേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുക. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങൾ ആരോടും ഇതുവരെ കേരള കോൺഗ്രസുമായി മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആരെങ്കിലും UDFിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യാം എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ അവരില്ലാതെ തന്നെ കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ല. ഒരു കക്ഷിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പൊ LDF വിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ആ വരുന്നവരൊക്കെ വർഗവഞ്ചകരാണെന്നാണ് ഗോവിന്ദമാഷ പറയുന്നത്. അപ്പൊ UDF വിട്ട് കോൺഗ്രസ് വിട്ടു പോയ ആളുകളൊക്കെ പുണ്യവാളന്മാരും CPMൽ മനം എടുത്ത് കോൺഗ്രസിലേക്ക് ആരെങ്കിലും വന്നാൽ അവർ വർഗവഞ്ചകരാണെന്ന് എങ്ങനെ? കോൺഗ്രസ് വിട്ടു പോയവർക്കൊക്കെ പരവതാനി വിരിച്ച് സ്വീകരണം കൊടുത്ത് അവർക്കൊക്കെ വലിയ പദവികൾ നൽകിയവരാണ് ഇവർ. അങ്ങനെ പോയവർക്ക് പദവികൾ നൽകി ആദരിച്ചവർ അവരുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വിട്ട് കോൺഗ്രസ് വന്നാൽ അവരെങ്ങനെ വർഗവഞ്ചകരാകും? അതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ മാസ്റ്ററെ? ആ ഇരട്ടത്താപ്പ് കേരളത്തിൽ ചെലവാകുമോ ഗോവിന്ദ മാസ്റ്ററെ? ഞങ്ങളാരെയും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മനം മടുത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം ഇല്ലാതായതിൽ പ്രതിഷേധിക്കാൻ ഇന്ന് വയനാട്ടിൽ ഒരാൾ രാജിവെച്ചു. ഇതുപോലെ ആളുകൾ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾക്ക് ഇന്ന് CPMൽ തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? അപ്പൊ അതുകൊണ്ട് വസ്തുതകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കുമെന്നുള്ള ബോധം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ടാകും. അപ്പൊ വീടുതോറും കയറി ഇറങ്ങി മാപ്പ് പറയുക, ഇത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. CPMന്റെ ജനസന്ദർശനം എന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണ്. എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് ജനങ്ങളെ പരമാവധി കഴിഞ്ഞ 10 വർഷം ദ്രോഹിച്ചിട്ട് തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ വീടുകൾ കയറി മാപ്പ് പറയുന്ന ഈ ഏർപ്പാട് ജനങ്ങൾ തിരിച്ചറിയും. എന്തുകൊണ്ടൊന്നും ജനങ്ങളെ പറ്റിക്കാൻ സാധ്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണ രീതിയില്ല. അത് ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നാടകം, ഈ ഗ്രഹസന്ദർശനം എന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനതിനെ പറ്റി ഒന്നും പറയുന്നില്ല. 2012 ദേവസ്വം കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അല്ലെ ഞാനതിന് ആചാരപരമായ ഏത് ചടങ്ങ് നടന്നാലും അതിൽ നിന്ന് എടുക്കുന്ന ഇത്തരം സ്വത്തുക്കൾ
ദേവസ്വത്തിന് അർഹതപ്പെട്ടതാണ്, അത് ദേവസ്വത്തെ തന്നെ ഏൽപ്പിക്കണം. അജയ് റായ് പറയുന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് ആ ഉത്തരവ് തെളിയിക്കുന്നത്. അത് അദ്ദേഹത്തോട് ചോദിക്കുക, എന്നോട് ചോദിക്കുന്ന കാര്യമില്ല. അല്ല, ആ ബോർഡെന്ന് പറഞ്ഞ പ്രയാഗ് ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ CPM-ന്റെ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ മാവേലിക്കരക്കാരനായ CPM നേതാവും അതേ തറയിലുമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രണ്ടുപേരും. രാഘവനും അതേ തറയിലുമാണ് ജീവിച്ചിരിക്കുന്നത്. അവരോട് സംസാരിക്കണം. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ സ്വർണം കാണാത്തതാണ് വിഷയം. സ്വർണം ആരടിച്ചോണ്ട് പോയി? ഇതുവരെ അതാരും പറയുന്നില്ലല്ലോ. 39.8 കിലോ സ്വർണം കാണാതെ പോയതിനെ പറ്റി ആരും പറയുന്നില്ല. വാജിവാഹനം കൊടുത്തിട്ടുണ്ട്, അവരോട് ചോദിക്കണം. വാജിവാഹനത്തിന്റെ ഫോട്ടോ ഞാൻ കണ്ടിങ്ങനെ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ രാഘവനും അജയ് തറയിലും മറുപടി പറയുന്നത് പ്രയാഗ് ഗോപാലകൃഷ്ണൻ മരിക്കുന്നു. അത് നമ്മുടെ അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല. അതൊക്കെ നടക്കട്ടെ. അതൊക്കെ ചോദിക്കുമ്പോൾ നിയമങ്ങളൊക്കെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പൊ അതിനെ രാഷ്ട്രീയവൽക്കരിക്കൊന്നും വേണ്ട. അവരാരാണെങ്കിലും അന്വേഷിക്കുന്നത് തെറ്റ്. രാഘവന്റെ ഭയങ്കര അന്വേഷിക്കട്ടെ, അജയ് തറയിലെ കാര്യം അന്വേഷിക്കട്ടെ, അവരുടെ മറുപടി കേൾക്കട്ടെ. രഹസ്യമായി അവർ ചെയ്തതല്ല എന്ന് നമ്മളെല്ലാവരും ഫോട്ടോയിലൂടെ കാണുന്നുണ്ട്. അത് ഈ വാജിവാഹനം എടുത്ത് പ്രയാഗ് ഗോപാലകൃഷ്ണൻ തന്ത്രിക്ക് കൊടുക്കുന്ന എല്ലാ ഫോട്ടോയും പുറത്തു വരുന്നു. അപ്പൊ അതെല്ലാം അന്വേഷിക്കട്ടെ. അതിന് അന്വേഷണത്തിൽ നമ്മളാരും തടസ്സമോ എതിരോ ഒന്നുമല്ല. അതെ, അത് എന്നെ രീതിക്ക് ഇപ്പൊ പാട്ടിനോട് വലിയ എതിർപ്പാണ്. അദ്ദേഹമാണ് സ്വരലയം ഉണ്ടാക്കിയ ഒരാൾ. പക്ഷെ ഈ പാട്ടെന്ന് കേട്ടാലും പാരഡി എന്ന് കേട്ടാലും അദ്ദേഹത്തിന് ഇപ്പൊ തലവേദന വരുന്ന ബേബിയിൽ നമ്മളാരും അത് പ്രതീക്ഷിക്കും. കാരണം പാട്ടിന് ഒത്തിരി സ്വരലയ്ക്ക് വേണ്ടി ഒത്തിരി പാടി നടന്ന ഒരാളാണ് ഈ ബേബി. അപ്പൊ പാട്ടിനോട് ഇത്ര ഒരു അസഹിഷ്ണുത ബേബി കാണിച്ചത് ദുഃഖകരമായി. തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. കാരണം 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും വെച്ച് വിഷമം ഉണ്ടാവും, അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവും. 4 നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ്. ആ 4 നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ചർച്ച ചെയ്യണം. ഞാൻ ആരെയും വെല്ലുവിളിക്കാനൊന്നുമില്ല. ചർച്ച ചെയ്തതിലൊന്നും തെറ്റില്ല. ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അത് ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. ചർച്ച ചെയ്യണം. അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ചർച്ച ചെയ്യണം. ഒരാശയക്കുഴപ്പമില്ല. UDF-ലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതിനുള്ള അസ്വസ്ഥതയാണ് CPM. വ്യക്തികളല്ല, ജനവിഭാഗങ്ങൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ ജനവിഭാഗങ്ങൾ, വ്യക്തികൾ കോൺഗ്രസിനോടും UDF-നോടും ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു. കാരണം ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന 10 വർഷമായി കഷ്ടതയും പ്രയാസങ്ങളും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു ഭരണമാറ്റത്തിന് സമയമായിരിക്കുന്നു എന്ന ജനങ്ങളുടെ തിരിച്ചറിവാണിത്. ആ ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ലാതാകുമോ? അപ്പൊ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഗവൺമെന്റ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കണ്ടത്. അതുകൊണ്ട് ഞങ്ങളിടയിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങളൊരു കക്ഷിയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരും ഞങ്ങളോട് വരണമെന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും വന്നാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല. വരുന്ന ആരാണെന്ന് നോക്കി കൂട്ടായി ആലോചിച്ച് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇതാണ് സത്യം. അല്ലാണ്ട് ഞങ്ങളൊരു കക്ഷിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആരോടും ചർച്ച നടത്തിയിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. അതിനൊന്നും തെറ്റില്ല. അത് പ്രായശ്ചിത്തം ചെയ്യാണ്. അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാത്തതുകൊണ്ട്, അദ്ദേഹത്തിന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരം കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രായശ്ചിത്തമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് മാണി വിഭാഗമില്ലാതെ UDF-ന് വലിയ വിജയം നേടാനായില്ലെന്ന് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാതെ തന്നെ വിജയിക്കും. അല്ല, അവരില്ലല്ലോ. അവർ ഇടതുപക്ഷത്തില്ല. അവരങ്ങനെയില്ല. അവർ ഇടതുപക്ഷത്താണ് കുറച്ച് പറയുന്നത്. UDF-ന്റെ പൂർണ്ണ വിജയത്തിനെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അനിവാര്യത. അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അവർ തന്നെ പറയുന്നു ഞങ്ങൾ ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കാം. പിന്നെ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ UDF ഏതായാലും ജനങ്ങളുടെ പിന്തുണ ആവശ്യിച്ചുകൊണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. ഒരു തത്വം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വരുന്നു. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ഘട്ടത്തിലും
ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ആരും ചർച്ച നടത്തിയിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം, പാർലമെന്റിലുണ്ടായ പരാജയം, അത് കണക്കിലെടുത്തുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിക്കാണും. ഞങ്ങൾക്കതിന് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. അല്ല, അതിപ്പോ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ഒരു മുന്നണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്നൊന്നും പറയാനുള്ള ഔദ്യോഗിക പക്ഷെ ഇതുവരെ ആരും പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് ചർച്ച ചെയ്യും.